2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ആദമിനെ കണ്ടെത്താൻ കഴിയാത്ത പോലീസ് അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. കാണാതായ ആദം ജോൺ ആന്റണിയെ കണ്ടെത്തുന്നതിനുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത തുണികൊണ്ട് വായ്മൂടി കെട്ടി പ്രതിഷേധിച്ചു. കോൺഗ്രസ് പള്ളുരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ആദം ആന്റണി എവിടെയെന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു മറുപടി നൽകുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഇന്ന് ആദത്തിൻ്റെ ആ ഒരു കാണാനില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ട് ഏകദേശം 55 ദിവസത്തിനടുത്തൊരു കാലയളവിലേക്ക് പോകുമ്പോൾ ആ കുടുംബം ആ CA വിദ്യാർത്ഥിയായിട്ടുള്ള ഏറ്റവും മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള, അതായത് SLCക്ക് ഫുൾ A+ വാങ്ങി വിജയിച്ച വിദ്യാർത്ഥി, +2-ന് ഫുൾ A+ വാങ്ങി വിജയിച്ച വിദ്യാർത്ഥി, CA അതിൻ്റെ ബേസ് ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ പാസ്സായി മുമ്പോട്ട് പോകുന്ന വളരെയധികം മിടുക്കനായിട്ടുള്ള, സമൂഹത്തിൽ വളരെയധികം മാന്യതയോടെ മുമ്പോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ കാണാനായിട്ട് അദ്ദേഹം സൈക്കിള് ചവിട്ടി നമ്മുടെ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ചില CCTV ദൃശ്യങ്ങൾ ചില മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാതായിട്ട് ഇത്ര ദിവസം പൂർത്തീകരിക്കുമ്പോൾ അതിനൊരു കൃത്യമായ മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയാതെ വരുമ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്തണമെന്ന് ഞങ്ങൾ പരമാവധി ഒന്ന് ക്ഷമിക്കുകയായിരുന്നു. ഇതിനൊരു മറുപടി ലഭിക്കട്ടെ എന്ന്, ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴി ലഭിക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സൂചനാ സമരം പോലും നടത്താതെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളിവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുവാനുള്ളത്, നമ്മുടെ പ്രദേശത്ത് നിരവധിയായ CCTVയുടെ സർവേലൻസ് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പല ഭാഗങ്ങളിലും പോലീസിന്റെ CA വിദ്യാർത്ഥിയായ ആദത്തെ ജൂലൈ 27-നാണ് കാണാതാവുന്നത്. എന്നും പുലർച്ചെ സൈക്ലിംഗ് നടത്തുന്ന ആദം കാണാതാവുന്ന ദിവസം പുലർച്ചെ 3 മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളുമായി ഇറങ്ങിയിട്ട് മടങ്ങിയെത്തിയില്ല. പോലീസ് അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് വരെ സൈക്കിൾ ചവിട്ടിയെത്തിയതായി വ്യക്തമായിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയില്ല. ആദം ഫോൺ വീട്ടിൽ വെച്ച് പോയതിനാൽ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താനായില്ല. ടാക്സ് കൺസൾട്ടന്റുമാരായ ആന്റണിയുടെയും സിമിയുടെയും മകനാണ് കാണാതായ ആദം. മകനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദമിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം മുന്നോട്ട് പോയില്ല. പ്രതിഷേധത്തിന് മണ്ഡലം പ്രസിഡന്റ് MH ആര്യേഷ് അധ്യക്ഷത വഹിച്ചു. NR ശ്രീകുമാർ, കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, VF ഏണസ്റ്റ്, പോൾ പുന്നക്കാട്ടുശ്ശേരി, സുമിത് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. R സന്തോഷ്, PG ഗോപിനാഥ്, ലൈല വിൻസെന്റ്, ജാൻസി ജോസഫ്, ഷിൻസൻ, അഖിൽ, ജോസി ചാണയിൽ, അരുൺകുമാർ, ഷാജി നെൽസൺ, പീറ്റർ, ഷോണി റാഫേൽ, PG പിള്ള, സാബു തോമസ്, സഞ്ജു, റൂബി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.